തിരിച്ചു വന്നത് പാലക്കാടുള്ള അവന്റെ പ്രോപ്പർട്ടി വിറ്റ് അവന്റെ കടം തീർക്കുമെന്നുള്ള വിശ്വാസത്തിലാ സുജാത കാത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവനത് മണത്തറിഞ്ഞിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ അവൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് അവൻ കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തൽക്കാലം വിൽക്കാൻ പറ്റില്ല. എന്നാ സാർ? ശരവണ, ഇപ്പൊ ഞാൻ തീരുമാനമെടുത്ത് വന്നിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തിലാ. ഞാൻ നാളെ മുതൽ ജീവന്റെ കൂടെ ആയിരിക്കും, JRന്റെ കൂടെ. എന്നാ സാർ? നീങ്ക അവർ കൂടെ എതുക്ക് പോണം സാർ? ഒരാളെ അല്ല, എല്ലാരെയും കൊല്ലാനുള്ള ഉദ്ദേശത്തിലാ അവന്റെ ഈ രണ്ടാം വരവ്. അത് തടയണമെങ്കിൽ എതിർഭാഗത്ത് നിന്നാ പോരാ, അവന്റെ കൂടെ തന്നെ നിൽക്കണം. ചതിച്ചവനെ തിരിച്ചു ചതിക്കണം, കൂടെ നിന്ന് തന്നെ ചതിക്കണം. എന്റെ കുടുംബം, എന്റെ സുജാത, എന്റെ നിത്യമോള്, അവരെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റണം. അതിനുവേണ്ടി അവന്റെ കൂടെ എനിക്ക് നിന്നേ പറ്റൂ. എന്റെ ഉദ്ദേശം JRന്റെ എന്നേക്കുമായുള്ളൊരു വീഴ്ചയാണ്. എന്റെ കുടുംബത്തിന് എന്നേക്കുമായുള്ളൊരു മോചനോ. കൂടെ നിന്നേ എനിക്കവനെ തടയാൻ പറ്റൂ. അവന്റെ കൂടെ നിന്ന് അവന്റെ ചലനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എല്ലാവരെയും ജീവനോടെ എനിക്ക് കാണാൻ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്ത് സഹിക്കും. ജീവന്റെ വീഴ്ച പൂർണ്ണമായി എന്ന് ഞാൻ പറയാതെ നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യവും ഒരു കുഞ്ഞു പോലെ അറിയാൻ പാടില്ല. കേട്ടല്ലോ? ഇതെന്റെ കുടുംബത്തിനോട്, കുടുംബനാഥൻ എന്നുള്ള നിലയിൽ എന്റെ കടമയാ. എല്ലാവരും ചിലത് സഹിക്കേണ്ടി വരും. അവൻ ഒടുങ്ങി തീരുന്നതുവരെ. അത് കഴിയുമ്പോ എന്റെ സുജാതയ്ക്ക് എന്നെ മനസ്സിലാവും, എന്റെ നിത്യമോൾക്ക് എന്നെ മനസ്സിലാവും, ഹരിക്ക് എന്നെ മനസ്സിലാവും. അത് മതി. അതുവരെ രഘു ദുഷ്ടനാ, കൊള്ളരുതാത്തവനാ. വാടാ, ഇരിക്ക്. അതൊക്കെ ശരവണ ഇരിക്ക്. എന്താ ശരവണ, നേറിന്റെ ആഘോഷമൊന്നും ഇല്ലേ? എന്റെ മോനെ അവൻ വീഴ്ത്തിയതല്ലേ? അതെല്ലാം ഇருக்கு സാർ. ശരവണ, പെണ്ണ് കേസിലാ ഇവനെ പിടുത്തിരിക്കുന്നത്. ഇനി പ്രതികരിക്കാൻ നിന്നാല് കേസ് കോടതിയിൽ എത്തിക്കുന്ന അവന്റെ ഭീഷണി. ഹരി സാർ, നീങ്ക ഭയപ്പെട വേണ്ട. കൺമുന്നാടി നടക്കണമെന്നും നിജമല്ലേ സാർ? കൊഞ്ച നാൾ കൂടെ അവരിതെല്ലാം ചെയ്യും, പാത്തുക്കലാം. അതുക്കപ്പുറം അവരെ വിടാതെ സാർ. ആരാ ശരവണ അവരെ തടയുന്നേ? അത് എന്താ കടവുൾ ഇതൊക്കെ വഴി പാത്തു വച്ചിരിക്കും സാർ. ദൈവം, ഇപ്പൊ എനിക്ക് ആ കൺസെപ്റ്റിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. കൂടെ നിന്നവര് പോലും ചതിക്കായിപ്പോ, അങ്ങളടക്കം. രഘുവിന്റെ ചതിയെ കുറിച്ച് പറയാനാണെങ്കിൽ ശരവണനും കൊറേയൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല സാർ, നീങ്ക വന്നത് നിത്യാമ്മയ്ക്ക് தெரியாது. நான் போய் சொல்லி கூப்பிட்டு வரேன். ഇതാ വരുത്. കേട്ടോടാ മോനെ, അവനാളൊരു പാവമാ, പക്ഷെ സൂക്ഷിക്കണം. ഇടാ, നമ്മള് വന്നത് നിത്യമോൾ അറിഞ്ഞു കാണുന്നു. എന്തായാലും അറിഞ്ഞാ വരുമോ? വരും, അയാൾ ഓടി വരും. വിലക്കുകളുണ്ടെങ്കിലും അയാൾക്കിത് സഹിക്കാൻ പറ്റില്ല. മോനെ, അവനെ കൊല്ലണം.
അതാ ശരിക്കും വേണ്ടത്. എങ്ങോട്ടാണാവോ? എനിക്ക് മനസ്സിലായി. ഹരി ഡിസ്ചാർജ് ആയ കാര്യം ഞാൻ അറിഞ്ഞു. കാണാൻ പോണോ? അതെ. ബുദ്ധിമുട്ടാവൂല്ലോ നിത്യേ. തൽക്കാലം കാണണ്ട. എനിക്ക് കാണണം. നോക്ക്, അവന്റെ പേരിലുള്ള കേസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാലോ. തൽക്കാലം ആ കേസ് കോടതിയിലേക്ക് എത്തിക്കില്ല എന്ന് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെയും സിഐയുടെയും വാക്കുകൾ നീ ധിക്കരിച്ച ആ കേസ് കോടതിയിലേക്ക് പോവും. ഓക്സോ അടക്കമുള്ള വകുപ്പുകളാ. അവാർഡിന് അർഹനായ ഒരു എഴുത്തുകാരൻ അത്തരം ഒരു കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂസ് എന്താവെന്ന് അറിയാലോ. അത് ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ച ആൾക്കൂട്ട വിചാരണയാവും നടക്കുക. പൊതുസ്ഥലത്ത് വെച്ചൊരു പുഴുത്ത പട്ടിയെ പോലെ അവനെ എല്ലാവരും കല്ലെറിയും. അത് കാണണോ നിനക്ക്? കാണണോ? എങ്കിൽ പിന്നെ വയ്ക്കോ, പൊയ്ക്കോ, പോന്നില്ലേ?